ഹലോ, നമ്മുടെ ഇന്ന് ഹോസ്പിറ്റലിൽ ഒരു ചുമ്മാ ഡേ ഇൻ മൈ ലൈഫ് നോക്കിയാലോ. അങ്ങനെ ദേ രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് വന്നു കേട്ടോ. ഇന്ന് വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് ഫെസ്റ്റ് നടത്തുന്നുണ്ട്. ഫുഡ് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേൾഡ് ഫുഡ് ഡേയിൽ നമ്മുടെ എന്താ പറയുക സ്റ്റാഫും ഡോക്ടേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്പെൻസറിയിൽ യോഗ സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് ഒരു ഫുഡ് ഫെസ്റ്റ് നടക്കുകയാണ്. നമ്മുടെ വീട്ടിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡുകൾ, വെറൈറ്റി ഫുഡുകൾ എല്ലാവരും കൂടി കൊണ്ടുവിട്ടത് ഞാൻ എഴുതി വെച്ചതാണ് കേട്ടോ. നോട്ടീസ് ബോർഡിൽ എങ്ങനെയുണ്ട് എൻ്റെ ഹാൻഡ് റൈറ്റിങ്. അങ്ങനെ ദേ നമ്മൾ OP ഒക്കെ കഴിഞ്ഞ് നേരെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡുകൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ നമ്മുടെ യോഗ സ്റ്റുഡൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കൊണ്ടുപോയത് എന്താണെന്നറിയോ? അപ്പം ഞാൻ കൊണ്ടുപോയത് കുമ്പിളപ്പാണ് കേട്ടോ. അപ്പം മമ്മി ചക്കയും മാങ്ങയൊക്കെ ഇങ്ങനെ സെറ്റാക്കി സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ഇല്ലാത്ത സമയത്ത്, അതായത് ആ സീസണിലല്ലെങ്കിലും നമുക്കത് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് കേട്ടോ ചക്കട അല്ലെങ്കിൽ കുമ്പിളപ്പം എന്ന് പറയാം. അപ്പോൾ അത് കട്ട് ചെയ്താണ്, ഫുൾ സൈസിലാണ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം മെമ്പേഴ്സ് ഉണ്ട്. നമ്മുടെ യോഗ സ്റ്റുഡൻസും സ്റ്റാഫാണ് കേട്ടോ. ആദ്യം തന്നെ പ്രെയർ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഈ പ്രെയറൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും കൊണ്ടുവന്ന ഫുഡ് ഇന്ന ഫുഡാണെന്ന് പറയും കേട്ടോ നമ്മൾ. എന്നിട്ട് ഈ ഫുഡ് ഇന്നുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുമ്പിളപ്പം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേന്ന്. അപ്പം അങ്ങനെ മമ്മി രാവിലെ തന്നെ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചു. എൻ്റെ ഫുഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. എൻ്റെ ഫുഡ് പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു ചക്ക എവിടുന്നാണ് മമ്മി ഇങ്ങനെ സെറ്റാക്കി വെക്കാറുണ്ട്. അങ്ങനത്തെ ഞാൻ ചക്ക എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ കുമ്പിളപ്പം എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് എനിക്ക് പറയാറില്ല കേട്ടോ, കുറേ ഉണ്ടായിരുന്നു. ശരിക്കും ഉച്ചയ്ക്ക് ഞാൻ ലഞ്ച് കഴിച്ചില്ല, ഇതന്നെ കഴിച്ചപ്പോൾ തന്നെ നമ്മുടെ വയറ് ഫുള്ളായി. ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയുക, ഒരുപാട് എന്തൊക്കെയാണ് വാഴപ്പിണ്ടിയുള്ള കട്ട്ലേറ്റ്, ബീഫ് കട്ട്ലേറ്റ്, ചിക്കൻ, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.